ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് കളർ പേപ്പറുകൾ എടുത്തിട്ടുണ്ട്. റെഡ് കളർ പേപ്പറും യെല്ലോ കളർ പേപ്പറും നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ മടക്കിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ രണ്ട് പീസും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇത് നമുക്ക് മടക്കി കൊടുത്തതിന് ശേഷം ആ മടക്കിലൂടെ എല്ലാം കട്ട് ചെയ്തെടുക്കണം. ഇന്ന് നമുക്ക് കളർ പേപ്പറുകൾ വെച്ച് സിമ്പിളായിട്ടൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നതെല്ലാം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ യെല്ലോ കളർ പേപ്പറിന്റെ പീസിലേക്ക് നമുക്ക് റെഡ് കളർ പേപ്പറിന്റെ പീസ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ആ രണ്ട് പീസും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒട്ടിച്ചെടുത്ത ഭാഗമല്ല, ഒട്ടിച്ചെടുക്കാത്ത ഭാഗം നമുക്ക് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. അത് മുഴുവനായി നമുക്ക് ചെറുതാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മളത് മുഴുവനായും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കതൊന്ന് നിവർത്തി നോക്കാം. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് വെച്ച് നമ്മളൊരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. നമ്മളതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ കുറേ പൂക്കൾ നമുക്ക് ചെയ്തെടുക്കണം. ഇത് നമ്മൾ രണ്ട് കളറിലാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ നമ്മളത് മുഴുവനും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ കുറേ പൂക്കൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ രണ്ട് കളറിലുള്ള പൂക്കളും ഒരു കളറിലുള്ള പൂക്കളും എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആ മടക്കിലൂടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മളത് മടക്കി കൊടുത്ത് ആ മടക്കിലൂടെ എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പൊ നമ്മളത് ഓരോന്നും ഈ ഒരു സ്റ്റിക്ക് വെച്ച് റോൾ ചെയ്തെടുക്കുകയാണ്. റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ സ്റ്റിക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്കത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കളർ പേപ്പറുകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പൊ നമ്മൾ അതെല്ലാം റോൾ ചെയ്തെടുത്തു. അതുപോലെ തന്നെ വേറെ കുറച്ചെണ്ണം കൂടെ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും നമുക്ക് ഇലകളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നമ്മളത് മടക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും വീണ്ടും മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇലകളുടെ വെയിൻസിന്റെ ഭാഗമൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ഇലകൾ ചെയ്തെടുക്കേണ്ടത്. ഇത്രയും ഇലകൾ നമ്മളിവിടെ ചെയ്തെടുത്തു. പിന്നീട് നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡ് പീസ് വേണം. ഇനി നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമ്മൾ ഈ ലൈസ് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ലൈസ് വെച്ച് കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കിത് ആ കാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പൊ നമ്മൾ അതെല്ലാം ലൈസ് വെച്ച് ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നീളം കൂടുതലുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമ്മൾ ഇതിന്റെ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഇനി നമുക്കത് കാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഫെവി ബോണ്ട് വെച്ചാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ നമുക്കത് ഇതുപോലെ ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇലകളാണ് നമ്മൾ അതിലേക്ക് ആദ്യം ഒട്ടിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്ക് ആ കാർഡ്ബോർഡ് പീസിന് ചുറ്റുമായിട്ട് ഇലകൾ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇലകളും നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ നമുക്ക് ഓരോന്നായി അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ പോയി കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണേ. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ പറയണം. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ പൂക്കളായി നമ്മൾ ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും ഇതുപോലെ ഒട്ടിച്ചെടുത്തു.
ഇതിന്റെ ബാക്കിൽ വേണമെങ്കിൽ നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഇതുപോലെ വൂളൻ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കളർ പേപ്പറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. ഇതുപോലെ നമ്മളത് ചുമരിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.